സർ, ഖത്തറിനുമേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിന് ഇസ്രയേൽ പറഞ്ഞത് ഹമാസ് നേതാക്കളെ ഖത്തർ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് ഖത്തറിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, ഹമാസ് നേതാക്കളിൽ ഒരാളായിരുന്ന ഹനിയെ ഇസ്രയേൽ കൊന്ന സമയത്ത്, അല്ലെങ്കിൽ ഹനിയയുടെ ഭൗതിക ശരീരം അവരെത്തിച്ചത് ഖത്തറിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു അയാളുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഖത്തറിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന 6 പേരിൽ 5 പേരും ഹമാസ് നേതാക്കളാണ്. ഇവരെ സംരക്ഷിക്കാൻ അവിടെ എത്തിയിരുന്ന ഖത്തർ സൈനികനാണ് കൊല്ലപ്പെട്ട ആറാമൻ എന്ന് പറയുന്നത്. ഇതിൽ 5 പേരുടെയും മൃതദേഹം ഖത്തർ പലസ്തീൻ പതാക കൊണ്ട് പുതപ്പിച്ച്, ഖത്തർ സൈനികന്റേത് മാത്രം ഖത്തറിന്റെ പതാക കൊണ്ടൊക്കെ പുതപ്പിച്ചാണ് സംസ്കാര ചടങ്ങുകളൊക്കെ അവിടുത്തെ ഏറ്റവും വലിയൊരു പള്ളിയിൽ വെച്ച് നടത്തിയത്. അപ്പോൾ ഖത്തർ പറയാൻ ആഗ്രഹിക്കുന്നത് ഹമാസിനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നത് തന്നെയാണ്. ഈ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നതും അതാണ്. അപ്പോൾ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും അടങ്ങിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഖത്തർ അടുത്ത ഗാസയാകും. എവിടെയായാലും മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്, എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ 2020 അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഫേസിൻ്റെ ലാസ്റ്റിലാണ് അത് സംഭവിക്കുന്നത്. അവിടെ ജി സി സി രാഷ്ട്രമൊന്നുമില്ല, UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, ഇവരും 3 പേരുമാണ് മെയിനായിട്ടുള്ള കക്ഷികൾ. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഒരു അക്കോർഡ് സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോറ്റു, ബൈഡൻ വന്നു. ആ സമയം തൊട്ട് തന്നെ ഈ എബ്രഹാം അക്കോർഡിനെതിരെയുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകളൊക്കെ പല ഭാഗത്തും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ എബ്രഹാം അക്കോർഡ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡ് ആൻഡ് ടെക്നോളജി, കൊമേഴ്സ്, ഇത്രയും കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് UAEയും ഇവരുമായിട്ട് ഇസ്രയേലുമായിട്ടൊരു സംവിധാനം എത്തിയത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫാക്ടൂടെ, ഒരു അണ്ടർഗ്രൗണ്ട് ചിന്ത, അല്ലെങ്കിൽ അവര് അത്ര പുറത്തു പറയാത്ത ഒരു സംഗതി കൂടുണ്ട്. അതായത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും സൗത്ത് ഏഷ്യയുമായിട്ട് ഒരു കോറിഡോർ, ഒരു വ്യവസായ വാണിജ്യ കോറിഡോർ. അപ്പോൾ അത് വരുമ്പോൾ അതിൽ ചൈനയുടെ ഭാഗം വരും, ഇന്ത്യയുടെ ഭാഗമുണ്ട്, ഇസ്രയേലുണ്ട്. അങ്ങനെ അത് നീണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന പോർട്ടുകൾ എന്ന് പറയുന്നത് ഇറ്റലിയുടെയും പിന്നെ ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ഇവരുടെ പോർട്ടുകളിലൊക്കെയാണ് ഈ കോറിഡോറിൻ്റെ ഓപ്പണിങ്സ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ വിപുലമായ വ്യാവസായിക സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. സൗത്ത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ആ സാമ്പത്തിക വാണിജ്യ ഇടനാഴി വന്നു കഴിഞ്ഞാൽ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ കഴുത്തിൽ കത്തിവെക്കുന്ന കാര്യമായിരുന്നു. ഈ എബ്രഹാം അക്കോർഡിൽ തന്നെ ഉള്ള ഒരു കാര്യമുണ്ട്, അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം. അതൊരു വലിയ ഇഷ്യൂ ആണ് ആ അക്കോർഡിൽ തന്നെ ഉള്ളത്. ഒരു സ്റ്റേറ്റും ഈ അക്കോർഡ് ഒപ്പിടുന്ന സ്റ്റേറ്റുകൾ ഒന്നും ടെററിസം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംവിധാനം, എന്നുള്ള ഒരു ക്ലോസ് അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഹമാസിന് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫണ്ടിങ് കിട്ടിയിരുന്നത് പല അറബ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ അറബ് രാഷ്ട്രങ്ങളുടെ ഫണ്ടിങ് നിന്നുപോകും. അതിനൊരു പ്രതികാരം എന്ന നിലയിലാവണം 2023 ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചത്, ഗാസയുടെ പേര് പറഞ്ഞ് ഇസ്രയേലിനെ ആക്രമിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ഏഷ്യ
യൂറോപ്പ് വാണിജ്യ ഇടനാഴി വരുന്നത് വഴി ഈ മേഖലകൾ, അതായത് യൂറോപ്പ് ഉൾപ്പെടെ ഇപ്പം നമ്മൾ കാണുന്ന പലവിധ ഇഷ്യൂസും, അതായത് അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഞെരിക്കലുകൾ, റഷ്യയുടെ വീർപ്പുമുട്ടല്, ചൈനയുടെ പരാജയം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകക്രമം വരാൻ സാധ്യതയുണ്ടായിരുന്ന സാധനത്തിനാണ് ഈ ഹമാസ് ടോർപിഡോ വെച്ചത്. കാരണം ഹമാസ് ടോർപിഡോ വെക്കുന്നതിൻ്റെ അകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, തീവ്രവാദത്തിന് കിട്ടുന്ന ഫണ്ടിങ് നിന്നു പോകരുത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാം അക്കോർഡിൽ നിന്നും ഇസ്രയേല് ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ എബ്രഹാം അക്കോർഡിൽ നിന്നും പിൻവാങ്ങുമ്പോൾ UAEയും സൗദിയൊക്കെ പിൻവാങ്ങുകയാണെങ്കിൽ അതിന് മുമ്പേ തന്നെ ഖത്തർ ആ പറയുന്ന എബ്രഹാം അക്കോർഡ് ലംഘിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഹനിയായുടെ മൃതശരീരം ഖത്തറിൽ കൊണ്ടുവന്നാണ് സംസ്കരിച്ചത്. അതുപോലെ ഇപ്പോൾ വളരെ ആഘോഷപൂർവ്വം ഖത്തറിനെ ആക്രമിച്ച് കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളെയും ഖത്തർ സൈനികനെയും വളരെ ബഹുമാന പുരസ്സരം അവിടെ സംസ്കരിച്ചു എന്ന് പറയുന്നു. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിന് എതിരായിട്ടുള്ള ഒരു കരാറായിരുന്നു എബ്രഹാം അക്കോർഡ്. അത് അട്ടിമറിക്കപ്പെട്ടു. ആ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പ്രധാന കക്ഷികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുഖം എന്ന് പറയുന്നത് ഹമാസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഹമാസിനെ ഇറേസ് ചെയ്യും എന്ന് പറയുന്നത്. ഹമാസിനെ മാത്രമല്ല എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇറേസ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ന്യായം മാത്രമേ ഉള്ളൂ. ഇസ്രയേലിൻ്റെതായ ന്യായം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന പ്രചരണങ്ങൾക്കും അപ്പുറം ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെയും ഇപ്പൊ സൗത്ത് ഏഷ്യയുടെ സാമ്പത്തിക ഭദ്രതയെയും യൂറോപ്പിന് നടുവ് നിൽക്കാനുള്ളൊരു സാഹചര്യത്തെയൊക്കെയാണ് തകർത്ത് കളഞ്ഞത്. അത് ആലോചിക്കണം. ഒരു തീവ്രവാദ ഗ്രൂപ്പ് അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ലോകത്തിലെ ഇത്രയധികം രാഷ്ട്രങ്ങളെ ഇട്ട് കശക്കി വറുത്തത്. അപ്പൊ ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനാണെങ്കിൽ അവരെ വ്യാപാര വ്യവസായ വാണിജ്യം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവര് തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് അവരൊരു വളരെ ചെറിയ ജനതയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നേരെ വരുന്ന എല്ലാ എതിർപ്പുകളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അതിൻ്റെ അകത്ത് നടത്തും. ഇത് ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഈ സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യധരണ്യാഴി പ്രദേശത്തും മറ്റും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ കോറിഡോർ വരാത്തത് വലിയൊരു നഷ്ടമാണ്, പാകിസ്ഥാന് നഷ്ടമാണ്. പക്ഷേ മതത്തിന്റെയും തീവ്രവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ഇതിനെ മറ്റു വിധത്തിലാണ് കാണുന്നത്. യൂറോപ്പിന് നഷ്ടമാണ്, ഫ്രാൻസിനും ഇറ്റലിക്കും ജർമ്മനിക്കും നഷ്ടമാണ്. ജർമ്മനി അല്ല, ഗ്രീസിനും. അപ്പം അവരൊക്കെ അതില് ഫ്രാൻസിന്റെ അവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പൊ ഇന്ത്യക്ക് നഷ്ടമുണ്ട്, ചൈനയ്ക്ക് നഷ്ടമുണ്ട്, പിന്നെ ഈ പറയുന്ന കോറിഡോർ പോകുന്ന മേഖലകളിലെല്ലാം വൻപിച്ച നഷ്ടമുണ്ട്. ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കോറിഡോറിന്റെ സാധ്യത അല്ലെങ്കിൽ ഇടനാഴി സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത് യൂറോപ്പ് വിന്ററിൽ അനുഭവിക്കാൻ പോകുന്ന തണുപ്പുണ്ട്. ആ തണുപ്പിനെ അതിജീവിക്കാനുള്ള ഓയിൽ, പവർ, ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ ചെലവിലും ഏറ്റവും എളുപ്പവും എത്തിക്കാവുന്ന ഒരു ഇടനാഴിയാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് അടച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പം ഇസ്രയേൽ മാത്രം ഒറ്റപ്പെടുകയും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം
ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ആദ്യമായിട്ടാണ് ഇവര് എന്താണ് ഈ ഹമാസിനെ അപലപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ പൊതുസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇത് ഒരു മലക്കം മറിച്ചിന്റെയോ അല്ലെങ്കിൽ പുതിയ തുടക്കത്തിന്റെയോ ഭാഗമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇല്ലെങ്കിൽ ഓൾറെഡി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. ബാക്കിയും കൂടെ തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ മധ്യേഷ്യയിലെ ഈ പറയുന്ന സംഘർഷങ്ങൾ അവര് തന്നെ മുൻകൈയെടുത്ത് അവസാനിപ്പിക്കണം. അതിൻ്റെ അകത്ത് ഇസ്രയേലിനെ മാത്രം ഒരു ഒറ്റപ്പെട്ട കക്ഷിയായിട്ട് കണ്ട് ആർക്കും ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല.